അല്ല നാളെ സ്റ്റാർട്ട് ചെയ്ത് പൊട്ടിയാൽ ഓണം കല്ലത്തായി നാളെ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും. ഞങ്ങൾ ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസിൽ പഞ്ചായത്ത് മെമ്പർമാരും കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇവിടെ എത്തിയത്. ഒന്ന്, കുണ്ടേക്കാവ് പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസമായി. ഇതേവരെ കുണ്ടേക്കാവ് പാലത്തിന്റെ പൈപ്പ് മാറ്റി സ്ഥാപിച്ചിട്ടില്ല. അതിപ്പോ തോട്ടിക്കിടക്കാണ്. ഈ പൈപ്പ് ഏത് വിധത്തിൽ പൊട്ടാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കുണ്ടേക്കാവ് പാലത്തിന്റെ കാര്യത്തിൽ ഇത്രയും നാളുമായിട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇവിടുന്ന് AXE ഒരു കത്ത് അയച്ചേക്കണം. 85,000 രൂപ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് 8 ലക്ഷം രൂപ PWD അടച്ച് 3 മാസം കഴിഞ്ഞതിന് ശേഷം ഇവരെടുത്ത എസ്റ്റിമേറ്റ് തന്നെ വീണ്ടും 85,000 രൂപ അടയ്ക്കണം പറഞ്ഞുകൊണ്ട് ടെൻഡർ എക്സസൈസ് കേരളത്തിൽ ഒരു സ്ഥലത്തും ടെൻഡർ എക്സസൈസ് നടക്കാത്ത സമയത്ത് പറവൂരിൽ ടെൻഡർ എക്സസ് ആയിട്ട് ഒരു വൻ അഴിമതിയാണ് ടെൻഡർ എക്സസൈസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് 85,000 രൂപ അടയ്ക്കാമെന്ന്. അത് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അടക്കം വിവരാശം വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ പറയണു പണി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് വന്നപ്പോ മിനിയാന്ന് തുടങ്ങാന്ന് പറഞ്ഞു. ഇപ്പോഴും പണി തുടങ്ങിയിട്ടില്ല. ഇന്നിപ്പോ ഇവിടെ ചെന്നപ്പോ പറഞ്ഞപ്പോഴാണ് പറയണത് കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട്. കോൺട്രാക്ടർ എടുത്തതിന് ശേഷം നെഗോഷിയേറ്റ് ചെയ്ത് കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നാളെ തന്നെ പണി തുടങ്ങാമെന്നുള്ള ഉറപ്പിൽ AXEയും കോൺട്രാക്ടറുമായി സംസാരിച്ച് പൈപ്പ് എത്തൂല എന്ന് പറഞ്ഞ പൈപ്പ് ഇപ്പൊ തന്നെ എത്താന്ന് ഞങ്ങൾ സമരത്തിന് ശേഷം വന്നു. എന്തായാലും ഈ നാളെ തുടങ്ങാന്നുള്ള ഇതാണ്. നാളെ തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങള് മറ്റന്നാള് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ദിവസം മെമ്പർമാരടക്കം ഇവിടെ ഇരിക്കുകയാണ്. ഓണക്കാലാണ് തന്നെ. എന്തെങ്കിലും ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ചാത്തനാട് പ്രദേശം കംപ്ലീറ്റ് വെള്ളമില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറും. വളരെ ഗുരുതരമായ അവസ്ഥ എല്ലാം അത് ചെയ്യാന്നുണ്ട്. രണ്ടാമത്തെ കേസ് ഞങ്ങൾ പറഞ്ഞത് കോട്ടുപള്ളി തൃക്കവരം റൂട്ടിലാണ്. ഒരു 4 പ്രാവശ്യമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട തോന്നിയകാവ് തൃക്കവരം റൂട്ടിലെ ഒരു 4 പ്രാവശ്യമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സമരം ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത് 3 കോടി രൂപ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ആവശ്യം ഉന്നയിച്ച് പുതിയ പൈപ്പ് ഇടാൻ വേണ്ടി തുക അനുവദിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഈ 1 കൊല്ലം കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തടസ്സം മാറ്റി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇടപെട്ടിട്ട് തന്നെയാണ് ഒരു സിംഗിൾ ടെൻഡർ ഒരാളെ കൊണ്ട് ടെൻഡർ എടുപ്പിച്ച് ഈ വർക്ക് തുടങ്ങാനുള്ള തീരുമാനമായത്. പക്ഷെ ഈ വർക്ക് തുടങ്ങാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞിട്ടും വീണ്ടും ഇത് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് 36ാമത്തെ തവണയാണ് തോന്നിയകാവിൽ ഇന്ന് പൈപ്പ് കൊണ്ടിരിക്കുന്നത്. കോട്ടൂളി പ്രദേശം ആകെ വെള്ളമില്ലാത്ത അവസ്ഥയിലായിട്ട് ഇരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് പോലും വെള്ളമില്ലാത്ത അവസ്ഥയായിരിക്കും പോയിരിക്കുന്നത്. എപ്പോ തീരുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ പൈപ്പ്. വളരെ ഭീകരമായ പൈപ്പ്. തൊട്ടപ്പുറത്തെ മതിൽ പോലും വീഴാത്ത അവസ്ഥയിൽ നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത്ര ഭീകരമായിട്ടാണ്. 36ാമത്തെ തവണയാണ്. വലിയ ജനകീയ സമരം ഉണ്ടായിട്ടും ഇവര് അടങ്ങാൻ പറയാണ്. ഇതൊക്കെ വൻ അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. ഇവിടെ നിന്ന് ഈ പൊട്ടല് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ഇതെല്ലാത്തിനും കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് നാളെ തരാം തുടങ്ങാന്നാണ് പറയുന്നത്. ഇപ്പോ ബഹുമാനപ്പെട്ട സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിളിച്ചപ്പോ എത്രയും പെട്ടെന്ന് പണി അതിന്റെ എഗ്രിമെന്റ് നടപടിക്രമങ്ങളെല്ലാം തുടങ്ങി തീർക്കാം. പൈപ്പ് എത്തിക്കാനുള്ള സംവിധാനം കൂടി ചെയ്യാമെന്നാണ്. അടുത്തതിന് എന്ന് തുടങ്ങാമെന്നുള്ള ഡേറ്റ് 2 ദിവസത്തിനുള്ളിൽ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പണി ആരംഭിച്ചില്ലെങ്കിൽ ഇത് വൻ അഴിമതി. ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ വിജിലൻസിന് വരെ പരാതി നൽകാൻ. ടെൻഡർ ചെയ്തിട്ടും തുടങ്ങാത്ത കാര്യം ഇതാണ്. ഓരോ പ്രാവശ്യവും 1.5 ലക്ഷം രൂപ വെച്ച് ചെലവായിക്കൊണ്ടിരിക്കുകയാണ് ഈ പൈപ്പ് കൂട്ടുന്നതിൽ. ഇതിനൊന്നും യാതൊരു നടപടിയില്ല. പെട്ടെന്ന് ചെയ്യണം ഇതിലൊക്കെ. ഇത് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ തോണിയാവ് തീട്ടപ്പലവും അതോടൊപ്പം തന്നെ കുണ്ടേക്കാവ് പാലത്തിന്റെ പണി തുടങ്ങണമെന്നുള്ള ഇവരുടെ